ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെല്ലിക്ക ജ്യൂസാണ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ശരിക്കും ഒരു മരുന്ന് കഴിക്കുന്നത് പോലെയാണ് ഈ ജ്യൂസ് നമ്മൾ കുടിക്കുന്നത്. സാധാരണ പനി വരുമ്പോഴാണ് ഞാൻ ഈ ജ്യൂസ് വീട്ടിലുണ്ടാക്കുന്നത്. ഇന്ന് ശരിക്കും ഇവിടെ എനിക്ക് പനിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ജ്യൂസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആക്കാം, നിങ്ങളുമായിട്ടും ഇത് ഷെയർ ചെയ്യാം. നിങ്ങൾ ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ നിങ്ങൾക്കും പ്രയോജനപ്പെട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇതിൽ ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയ നല്ലൊരു ജ്യൂസാണ്. അപ്പം ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് വേണ്ടിയിട്ട് 4 നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൂടുതലൊന്നും വേണ്ട, ഇതുപോലെ ഈ ഒരു സൈസിലെ 4 നെല്ലിക്ക മതിയാവും. പിന്നെ വേണ്ടത് ചെറിയ പീസ് ഇഞ്ചി, ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി മതി. പിന്നെ 4 അല്ലി വെളുത്തുള്ളി. പിന്നെ വേണ്ടത് 10 മണി കുരുമുളകാണ്. നല്ല നാടൻ കുരുമുളകാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇതിവിടെ എനിക്ക് നല്ല നാടൻ കുരുമുളകാണ് കിട്ടിയത്. അത് ഞാനിവിടെ 10 മണി കുരുമുളക് എടുത്തിട്ടുണ്ട്. നെല്ലിക്ക എടുത്തിട്ട് ഇത് നെല്ലിക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം കുരു മാറ്റിക്കളയാം. ഈ കുരു നമ്മൾ ഉപയോഗിക്കത്തില്ല, കുരു കളയും. ഈ നെല്ലിക്കയുടെ പീസൊക്കെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് അരച്ചെടുക്കുമ്പോൾ സൗകര്യമാവും. ഇതുപോലെ ഈ ഇരിക്കുന്ന നെല്ലിക്കയെല്ലാം നമുക്ക് കുരു മാറ്റിയെടുക്കാം. നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് അടിച്ചെടുക്കാൻ പറ്റും. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും, ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. മെഷർ ചെയ്താണ് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. അതായത് 250 ml 2 കപ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ടോട്ടൽ 500 ml വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. കണ്ടോ, ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിന് പുറത്ത് ഒരു അരിപ്പ് വെച്ചിട്ട് ഈ അടിച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ഇതിവിടെ ഞാൻ അരിച്ചെടുത്തതാണ്. കണ്ടോ, ഈ കൊത്ത് ഇനി നമ്മൾ ഉപയോഗിക്കത്തില്ല, ഇതങ്ങ് കളഞ്ഞേക്കും. ഇനി നമ്മൾ ഇതിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കും, ചെറുതേൻ. അത് 2 ടേബിൾ സ്പൂൺ ചെറുതേനാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതേൻ കുറച്ച് കട്ടിയുള്ളത് കാരണം ഇത് നല്ലതുപോലെ എല്ലായിടത്തും മിക്സ് ആവത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. നല്ല നാടൻ ചെറുതേൻ കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് എന്തായാലും ഇവിടെ നല്ല നാടൻ ചെറുതേൻ കിട്ടി, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് വന്നില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തേനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് പഞ്ചസാര പാനിയായിരിക്കും. നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ്. നല്ലതുപോലെ ഇളക്കിയിട്ട് വേണം നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സിലൊഴിച്ച് കുടിച്ചാൽ മതി. ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിനി ഇതൊന്ന് കുടിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞുതരാം. നല്ല നെല്ലിക്കയുടെയും കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും തേനിൻ്റെയും ഒക്കെ ചേർന്ന നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.